ബിരിയാണി കടയുടെ തിരക്ക് കണ്ടു ഗൈസ്. 1-2 വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ സ്പോട്ടിനെ കുറിച്ച് അറിയുന്നത്. നമ്മുടെ അടുത്ത് ഇത്രയും നല്ലൊരു സ്പോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ഷാമിലാൻ്റിയൊക്കെ കൂടെ നടത്തുന്ന കടയായിരുന്നു അത്. പിന്നെ അവിടെ ചെന്ന് പരിചയമൊക്കെ ഒന്ന് പുതുക്കി ഞാനും വാങ്ങിച്ചൊരു ബിരിയാണി. അങ്ങനെ ഞാൻ ബിരിയാണി വാങ്ങിച്ച് വീട്ടിലെത്തി. 100 രൂപയാട്ടോ ഒരു ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത്. ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കഴിക്കാൻ വേണ്ടി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ പൊന്ന് ഗൈസ്, ഒരു രക്ഷയില്ല. 100 രൂപയ്ക്ക് കംപ്ലീറ്റ്ലി വെർത്തായിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. 2 പീസ് ചിക്കനാണ് വരുന്നത്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു, നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു ബിരിയാണിക്ക്. കഴിച്ച് നോക്കിയപ്പോഴും ഒരു രക്ഷയില്ല ഗൈസ്. എനിക്ക് ലെഗ് പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ അച്ചാറും വരുന്നുണ്ട്, സലാഡും വരുന്നുണ്ട്. ഒരാൾക്ക് ആവശ്യത്തിന് കഴിക്കാവുന്ന റൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല, അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്പോട്ടിൽ നേരത്തെ പോയിട്ടുള്ളവർ, ഈ ബിരിയാണി കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഇത് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും കഴിച്ച് നോക്കുക, ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഐസ്ക്രീം തന്നെ ഭയങ്കര ആഗ്രഹം ഗൈസ്. പിന്നെ ഒന്നും നോക്കില്ല, അപ്പുറത്തെ കടയിൽ പോയി ഒരു ഐസ്ക്രീം ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ എൻ്റെ കവർ പൊട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ അതൊക്കെ കടിച്ച് പൊട്ടിച്ച് നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അതും കഴിച്ച് അവിടെ ചുമ്മാ ആയിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.